ദൈവത്തിൻ്റെ അതിതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുതമ്പുരാൻ്റെ പീഡാമരണ ഉത്ഥാനത്തിലൂടെ അവിടുന്ന് നമുക്ക് സാധ്യമാക്കി തന്ന രക്ഷയിൽ പങ്കുപറ്റി ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഒരു വലിയ നോമ്പ് കാലഘട്ടത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി യേശുതമ്പുരാൻ തന്നെ വിനീതപ്പെടുത്തി തൻ്റെ ജീവൻ ബലിയായി കുരിശുമരത്തിന്മേൽ സമർപ്പിച്ചപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് സകലർക്കും രക്ഷയുടെ സന്ദേശം നൽകി വീണ്ടും പരദീസ അനുഭവത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവിടുന്ന് തൻ്റെ ജീവൻ ബലിയായി കുരിശിന്മേൽ സമർപ്പിച്ചു. അവിടുത്തെ തിരുശരീര രക്തം ഭക്ഷണമായും പാനീയമായി നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയ പ്രതീക്ഷയ്ക്ക് പിതാവിനൊപ്പം ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുവാൻ അവിടുന്ന് തയ്യാറായി. കാൽവരി കുരിശിൽ തൻ്റെ ജീവൻ ബലിയായി അർപ്പിച്ചവനായ ക്രിസ്തു മൂന്നാം നാൾ ഉത്ഥാനം ചെയ്ത് പ്രതീക്ഷയുടെ ഒരു പൊൻകിരണം നമ്മുടെ ജീവിതത്തിൽ നൽകും എന്നുള്ളത് തീർച്ചയാണ്. അവിടുന്ന് സകലരുടെയും പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് തന്നെ ബലിയായി അർപ്പിക്കുമ്പോൾ നമ്മളെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീർക്കുവാൻ അവിടുത്തെ ബലി മുഖാന്തരം കാരണമായി മാറി. പ്രത്യാശയോടെ ദൈവത്തിന് മുൻപാകെ നമുക്കായിരിക്കാം. മരിച്ച് അടക്കപ്പെട്ടവനായ ക്രിസ്തു ഉത്ഥാനം ചെയ്ത് സകലത്തിൻ്റെയും മേൽ വിജയം വരിക്കും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ കാത്തു സംരക്ഷിക്കുമ്പോൾ ഉയർപ്പിൻ്റെ തിരുനാളിലേക്കുള്ള നമ്മുടെ കാത്തിരിപ്പ് ഈ പ്രത്യാശയിലൂടെ മുന്നോട്ടു പോകുവാൻ നമ്മെ സഹായിക്കും. മരണത്തെ കീഴടക്കി പുതിയ ജീവനിലേക്ക് നാം പ്രവേശിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ തിരുശരീര രക്തങ്ങളിൽ നാം പങ്കുപറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തോടൊപ്പമായിരിക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ക്രിസ്തു നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഈ നിമിഷം അവിടുന്ന് നമുക്ക് വേണ്ടി സഹിച്ചതായ സകല ത്യാഗങ്ങളെയും നമുക്ക് വേണ്ടി സ്വയം അർപ്പിച്ചതായ അവിടുത്തെ ബലിയർപ്പണത്തെയും നമ്മുടെ സ്മരണയിൽ പ്രത്യേകം നമുക്ക് ഓർക്കാം. ക്രിസ്തു ഉത്ഥാനം ചെയ്ത് മഹിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനും നിങ്ങളും അവനോടൊപ്പം സകല പാപങ്ങളിൽ നിന്നും മോചനം നേടിയവരായി പുതിയ ജനനത്തിൻ്റെ വക്താക്കളായി തീരുന്നു എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.